ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇനി അമ്പിളിയോട് കാര്യങ്ങൾ ചോദിക്കുകയാണ് കേട്ടോ അനുപമ. എന്താണ് ഇവിടെ ഉണ്ടായതെന്ന് ചോദിക്കുമ്പോൾ അമ്പിളി ഒന്ന് പതറുന്നുണ്ട് കേട്ടോ. ഈ സമയം ചീരുവിനോട് വീണ്ടും ചോദിക്കുകയാണ്, ചീരു എന്താണ് സത്യത്തിൽ ഉണ്ടായത്, നീയെങ്കിലും ഒന്ന് പറയാന്ന് പറയണേ. ആ സമയം ചീരു പറയാണ്, എവിടെ രഘുവേട്ടൻ നിന്നാൽ അമ്പിളി ചേച്ചി ഇറങ്ങിപ്പോകുമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായതെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഈ സമയം അനുപമ ചോദിക്കുകയാണ്, ചേച്ചി എന്തിനാണ് ഇങ്ങനെ രഘുവേട്ടനെ ഇങ്ങനെ അപമാനിച്ചു കൊണ്ടിരിക്കുന്നത്? ആ പാവം എന്ത് തെറ്റാണ് ചെയ്തതെന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഇതേ സമയം അമ്പിളി പറയണ, ഓ ഇപ്പം ഞാനാണല്ലേ എല്ലാം ചെയ്യുന്നത്, അങ്ങേര് ചെയ്യുന്നത് നിങ്ങളാരും കാണുന്നില്ല. അങ്ങേര് ഒരു ദിവസം എൻ്റെ കുഞ്ഞിനെയും ചതിച്ചും കൊണ്ടിരിക്കുകയാണ്, തെളിവ് സഹിതം ഞാനിവിടെ കാണിക്കാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ എല്ലാവർക്കും മുന്നിൽ അപമാനിതനാവും എന്ന് മനസ്സിലാക്കി അയാൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് പറയാം കേട്ടോ. ഇത് കേട്ട ഉടൻ തന്നെ എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്നറിയാതെ ഇവിടെ ഇന്ദ്രൻ ആകെ പകച്ചു പോകണം കേട്ടോ. ഈ സമയം ഇന്ദ്രൻ, ചേച്ചി എന്താണ് സത്യത്തിൽ ഇവിടെ ഉണ്ടായതെന്ന് എനിക്കറിയില്ല, പക്ഷേ ആ മനുഷ്യൻ ഇന്ന് വലിയ സന്തോഷത്തിലായിരുന്നു. ഇവിടുത്തെ പ്രശ്നങ്ങൾ തീർക്കാമെന്നും അമ്പിളി ചേച്ചി ഇനി അവരോട് മിണ്ടുമെന്നും എന്ന പ്രതീക്ഷയോട് കൂടിയാണ് രഘു ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയട്ടോ. ഇതേ സമയം അമ്പിളിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഈ സമയം വീണ്ടും അനുപമ ചോദിക്കുകയാണ്, ചേച്ചി എന്ത് തെളിവാണ് എല്ലാവർക്കും മുന്നിൽ നികത്താൻ പോയത്? അതെ, അയാളുടെ വണ്ടിയിലുണ്ടായിരുന്നു. അയാൾ അത് മറ്റുള്ളവർക്ക് കാണിക്കുമെന്ന് മനസ്സിലാക്കി പെട്ടെന്ന് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. ഇതേ സമയം ഇന്ദ്രൻ ചോദിക്കുകയാണ്, എന്ത് തെളിവാണ് വണ്ടിയിലുണ്ട്? അയാളെ അങ്ങേരുണ്ടല്ലോ, ഞാനെന്തെങ്കിലും പറഞ്ഞു പോയാൽ അത് കൂടിപ്പോവും എന്ന് പറഞ്ഞ ഉടനെ തന്നെ അനുപമ ചോദിക്കുക, എന്താണെന്ന് ചേച്ചി ഇപ്പോൾ ഞങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഈ സമയം വെളിപ്പെടുത്തണം. എന്താണ് ചേച്ചി ആ വണ്ടിയിൽ തെളിവ് കണ്ടത്, അത് പറ എന്ന് പറയുമ്പോൾ, അതെ അവളില്ലേ ആ ആദിത്യൻ്റെ ഭാര്യ ആമിയില്ലേ, ആമിക്കും കുഞ്ഞിനുള്ള ഡ്രസ്സ് അങ്ങേരെടുത്ത് വന്ന് വെച്ചിരിക്കുന്നു. അതും എനിക്കും എൻ്റെ മോൾക്കും തുച്ഛമായ വിലയുടെ ഒരു ചെറിയ വിലയുടെ ഡ്രസ്സും അത് വിഷുക്കോടിയായി തന്നിട്ട് അവൾക്ക് വിലമതിക്കാനാവാത്ത അത്രയും വലിയ ഡ്രസ്സ്, നല്ല വലിയ വിലയോട് കൂടിയിട്ടുള്ള അത്രയും വലിയ ഡ്രസ്സ് അവൾക്ക് അയാൾ മേടിച്ചു കൊടുക്കാൻ പോവുകയാണ്. അതാ വണ്ടിയിലിരിക്കുന്നത് ഞാൻ കണ്ടതാണ്. ദൈവമായിട്ടാണ് എൻ്റെ മുന്നിലോട്ട് അത് കാണിച്ചു തന്നത്. അയാൾ ചെയ്യുന്ന ഓരോ തെറ്റും ഞാൻ ക്ഷമിച്ച് മുന്നോട്ട് കിടക്കുമ്പോൾ വീണ്ടും അയാൾ അവളിലോട്ട് അടുക്കുന്ന ആ തെളിവ് ദൈവം എൻ്റെ മുന്നിലോട്ട് കാണിച്ചു തരുമ്പോൾ ഇനിയും ഞാൻ അയാളെ വിശ്വസിക്കണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ രഘു പറയാണ്, അമ്പിളി ചേച്ചി ഇങ്ങനെയൊന്നും രഘുവേട്ടനെ പറയാൻ പാടില്ല. രഘു ഒരു പാവമാണ്, രഘുവിനെ ഒരിക്കലും അങ്ങനെ പറയരുത്. അമ്പിളി ചേച്ചിക്കും മോൾക്കും വേണ്ടിയാണ് രഘു ജീവിക്കുന്നത്. അത് അമ്പിളി ചേച്ചി മനസ്സിലാക്കണം. അമ്പിളി ചേച്ചി എന്ത് കണ്ടു എന്നാ പറയുന്നത്? ഒരു വണ്ടിയിൽ ഒരു ഡ്രസ്സും ഒരു സാരിയും ഒരു കുഞ്ഞിൻ്റെ ഉടുപ്പും കണ്ടതിനാണോ അമ്പിളി ചേച്ചി രഘുവേട്ടനെ ഇങ്ങനെ സംശയിച്ചത്? ഞാൻ എന്ത് പറഞ്ഞാലും എല്ലാവർക്കും തെറ്റാണല്ലോ, ഞാൻ എന്ത് പറഞ്ഞാലും എല്ലാവർക്കും തെറ്റാ. ഇന്ദ്ര, നീ ഇതിൻ്റെ പേര് സംസാരിച്ച് ഇന്നത്തെ വിഷുവിന് നിൻ്റെ മനസ്സിൽ ഒത്തിരി വിഷമങ്ങൾ ഉണ്ടാവുമായിരിക്കും. ഈ സമയം ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കത് വിഷമം താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് വേണ്ട, ഈ സംസാരം ഇവിടെ നിർത്താം. അത് കേട്ട അനുഭവം പറയണം, ഇല്ല ചേച്ചി, ഇതിങ്ങനെ നിർത്താൻ പറ്റില്ല. ഒരു പാവം മനുഷ്യനെ ഇഞ്ചിഞ്ചായി കൊല്ലുന്നത് കണ്ട് ഞങ്ങൾക്കെല്ലാവർക്കും നോക്കി നിൽക്കാൻ പറ്റുന്ന അമ്പിളി ചേച്ചിയുടെ വിചാരം? അമ്പിളി ചേച്ചി ആ കണ്ട ഡ്രസ്സ് ആർക്കാണെന്ന് അമ്പിളി ചേച്ചിക്ക് അറിയോ? ആർക്കാണെന്ന് അറിയേണ്ടത്? അത് ആമിക്കും മാമിയുടെ കുഞ്ഞിനും അവൾക്ക് വേണ്ടി മേടിച്ചതാ. അല്ല അമ്പിളി ചേച്ചിക്ക് ഒരു സർപ്രൈസ് തരാം. അമ്പിളി ചേച്ചി രഘുവേട്ടനെ അയാൾ എന്ന് പറഞ്ഞ് ഇപ്പൊ കുറ്റപ്പെടുത്തിരെ. ആ മനുഷ്യന് തൻ്റെ ഭാര്യക്കും മകൾക്കും വലിയൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി നല്ലൊരു വില കൂടിയ സാരിയും ഉടുപ്പും കുഞ്ഞിന്, എൻ്റെ അമ്പിളിക്കും എൻ്റെ കുഞ്ഞിനും ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് എന്ന് ഞങ്ങളോട് രണ്ടുപേരോടും രഘുവേട്ടൻ വന്ന് പറഞ്ഞതാണ്. ഈ വീട്ടിൽ വന്ന ആ സമയം, ഇന്ദ്രേട്ടനെ കാണാൻ പോയ സമയം ഞങ്ങളോട് പറഞ്ഞതാണ്, ഈ പ്രശ്നത്തിനൊക്കെ ഒരു പരിഹാരമാവുകയാണെങ്കിൽ എൻ്റെ അമ്പിളിക്കും കുഞ്ഞിനും ഞാൻ നല്ലൊരു വില കൂടിയ ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനാണ് രഘുവേട്ടനോട് പറഞ്ഞത്, ഇന്നത്തോടു കൂടി ഈ പ്രശ്നത്തിന് പരിഹാരമാവും. അമ്പിളി ചേച്ചിക്ക് ഇപ്പോൾ പല പ്രശ്നങ്ങളും മനസ്സിലായിട്ടുണ്ട്. രഘുവേട്ടൻ താവാവുന്നിടത്തോളം അമ്പിളി ചേച്ചിയുടെ മുന്നിൽ താന്നില്ലേന്ന് പറയട്ടോ. ഇത് കേൾക്കുന്നതിനോട് കൂടി ഇന്ദ്രൻ പറയണേ, അമ്പിളി ചേച്ചി ഞാൻ ഒരിക്കലും ആരെയും കുറ്റപ്പെടുത്തി ഇന്നേവരെ ഞാൻ സംസാരിച്ചിട്ടുമില്ല, ഒന്നുമില്ല. ഇപ്പോൾ അമ്പിളി ചേച്ചി ചെയ്തത് വളരെ പാവമാണ്. ആ പാവം മനുഷ്യൻ നൂലുകെട്ടിൻ്റെ അന്ന് വന്നിട്ടും രഘുവിനെ അമ്പിളി ചേച്ചി പുറത്ത് നിർത്തുകയാണ് ചെയ്തത്. എന്നിട്ട് ഒരു പരാതിയോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. ഇപ്പോഴും വിഷുവിന് വന്നിട്ടും പുറത്ത് നിൽക്കാനാണ് താല്പര്യപ്പെട്ടത്. പലതവണ ഈ വീട്ടിൽ വന്നിട്ടുണ്ടെന്നും ഒക്കെ എന്നോട് അനു പറഞ്ഞിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. എന്നാൽ അമ്പിളി ചേച്ചിയെക്കുറിച്ച് ഇന്നേ വരെ ഒരു പരാതിയോ പരിഭവങ്ങളോ ഒന്നും ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ന് വലിയ സന്തോഷത്തിലായിരുന്നു. വീട്ടിലോട്ട് കയറിയപ്പോൾ ലച്ചുമോളുടെ കയ്യിൽ ആ ഡ്രസ്സ് കൊടുത്തപ്പോൾ അമ്പിളി ചേച്ചി ഒന്നും പറയാത്തത് കൊണ്ടും
അതുപോലെ തന്നെ മുഖത്ത് വലിയ ഒരു വെറുപ്പ് കാണിക്കാത്തത് കൊണ്ടും ഒരുപാട് പ്രതീക്ഷയോട് കൂടിയാണ് ആ മനുഷ്യ ഇവിടെ നിന്നിരുന്നത്. അപ്പോൾ ഇന്ന് വരുമ്പോൾ തന്നെ ആ മനുഷ്യൻ തൻ്റെ ഭാര്യയ്ക്കും മകൾക്കും വേണ്ടി വലിയൊരു വില കൂടിയ സർപ്രൈസ് വാങ്ങിയിട്ടുണ്ടെന്ന് ഞങ്ങളോട് പറഞ്ഞതാണ്. ഞാൻ ചോദിച്ചതാണ് എന്തെങ്കിലും വലിയൊരു ഗിഫ്റ്റ് കൊടുക്കണ്ടേ എന്ന് ഞാൻ രഘുവിനോട് ചോദിച്ചപ്പോൾ രഘു ഇങ്ങോട്ടാണ് പറഞ്ഞത്, ഞാൻ വില കൂടിയ സാരിയും ഡ്രസ്സും എൻ്റെ മകൾക്കും അതുപോലെ എൻ്റെ ഭാര്യയ്ക്കും വാങ്ങിയിട്ടുണ്ട് വിഷുക്കോടി കൂടാതെ എന്ന് പറഞ്ഞു എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന ചിരുവിനങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. അമ്പിളി ചേച്ചി ഇത്ര മാത്രം രഘുവേട്ടനോട് ചെയ്യാൻ പാടില്ലായിരുന്നു. രഘുവേട്ടൻ എത്ര തവണ അമ്പിളി ചേച്ചി ഓരോ തവണയും രഘുവേട്ടനോട് പറയുന്ന വാക്കുകൾ അത് മനസ്സിൽ കുത്തിവെച്ചതുപോലെയാണ്, കത്തി കൊണ്ട് കുത്തുന്ന അങ്ങനെയുള്ള ആ ഒരു വാക്കുകളാണ് മറ്റുള്ളവർക്ക് മുന്നിൽ രഘുവേട്ടനെ അമ്പിളി ചേച്ചി അപമാനിതനാക്കുന്നത്. കാര്യം ഞങ്ങൾ രഘുവേട്ടൻ്റെ അനിയത്തിമാരാണെങ്കിലും അച്ഛനാണെങ്കിലും എത്രയായാലും എല്ലാവർക്കും മുന്നിലിട്ട് ആ മനുഷ്യൻ എങ്ങനെ തരം താഴ്ത്തുമ്പോഴും ആ മനുഷ്യൻ അമ്പിളി ചേച്ചിക്ക് വേണ്ടി ഒതുങ്ങി തരികയാണ് ചെയ്തത്. ഇനി തെളിവുകളൊന്നും കാണിക്കണ്ട എന്ന് പറഞ്ഞിട്ട് അമ്പിളി ചേച്ചിയുടെയും കുഞ്ഞിൻ്റെയും സുഖത്തിന് വേണ്ടി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് ചെയ്തത്. ഇനി അമ്പിളി ചേച്ചി എന്താ ചെയ്തോ അത് പറയാം കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ ഇന്ദ്രൻ പറയാണ്, എൻ്റെ അമ്പിളി ചേച്ചി ഞാനൊരു കാര്യം പറയട്ടെ, രഘുവിനോട് ഒരിക്കലും ഈ രീതിയിലൊന്നും പെരുമാറരുത്. ഒരുപാട് കാലം ഞാൻ അനുവിനോട് ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴെനിക്കത് ഓർത്ത് കുറ്റബോധം തോന്നുന്നു. അന്ന് എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയായിരുന്നു ഒരുപാട് ഞാൻ എൻ്റെ അമ്മയെ സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെ അനുവിൻ്റെ ബുദ്ധിമുട്ടും വിഷമങ്ങളൊന്നും ഞാൻ മനസ്സിലാക്കിയില്ല. പക്ഷേ ഇന്ന് എൻ്റെ അമ്മ എന്നെ തള്ളിപ്പറഞ്ഞപ്പോൾ എനിക്ക് കൂടെ നിൽക്കാൻ എൻ്റെ ഭാര്യയും എൻ്റെ മോനും മാത്രമേ ഉള്ളൂ. അതുപോലെ നാളെ എന്ത് സംഭവിക്കുമെന്ന് ഈശ്വരന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അമ്പിളി ചേച്ചിയുടെ കൂടെ നിൽക്കാൻ ഈ മോളും അതുപോലെ ഈ രഘുവേട്ടനെ ഉണ്ടാവുള്ളൂ. അമ്പിളി ചേച്ചി വീണു എന്ന് അറിഞ്ഞാൽ അമ്പിളി ചേച്ചിയെ താങ്ങി നിർത്താൻ ഈ രഘുവേട്ടനെ ഉണ്ടാവുള്ളൂ, ഈ രഘുവേ ഉണ്ടാവുള്ളൂ. അത് ചേച്ചി ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഒരിക്കലും ഇതിൻ്റെ പേരിൽ ഒരു തെറ്റിദ്ധാരണ വേണ്ട. ഒരിക്കലും ആമിക്കല്ല ഡ്രസ്സ് വാങ്ങിയിട്ടുള്ളത്, ചേച്ചിക്കും കുഞ്ഞിനുമായിരുന്നു എന്നുള്ള സത്യം എന്നോട് അനുപമയോടും പറഞ്ഞതാണെന്ന് പറയുമ്പോൾ അമ്പിളി തകരുകയാണ് കേട്ടോ. അമ്പിളിയുടെ മനസ്സിൽ ഇങ്ങനെ കണ്ണുനീർ തുള്ളികൾ നിറഞ്ഞൊഴുകണം. തനിക്കവിടെ നിൽക്കാൻ കഴിയുന്നില്ല. ആകെ ഒരു തരം മരവിച്ചതുപോലെ ആവുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ സുശീല ഭക്ഷണം കഴിക്കാൻ തൻ്റെ മക്കൾ ആരും തന്നെ വിളിക്കുന്നില്ല. അപ്പോൾ ശ്യാമ് വനമയെ വിളിക്കുകയാണ്. വനമയെ വായോ, കുഞ്ഞമ്മയെ വായോ എന്നൊക്കെ പറഞ്ഞ് ഭക്ഷണം കഴിക്കാൻ ഇങ്ങനെ വിളിക്കുകയാണ്. വായോ നമുക്ക് എല്ലാവർക്കും ഇരിക്കാം. അപ്പോൾ സുശീലയുടെ ഉള്ളിലാണെങ്കിലും തൻ്റെ മക്കൾ ഇപ്പോൾ വിളിക്കുകയായിരിക്കും എന്ന പ്രതീക്ഷയോടുകൂടി താനിങ്ങനെ ആ റൂമിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ, പുറത്തോട്ട് ഇറങ്ങാതെ. ഇതേ സമയം തൻ്റെ മക്കളെല്ലാവരും സദ്യ വിളമ്പി തുടങ്ങുകയാണ്. ഓരോരുത്തരായി ഭക്ഷണങ്ങൾ ഇങ്ങനെ ഓരോ കറികളൊക്കെ വിളമ്പി കൊടുക്കുകയാണ്. അപ്പോൾ കുഞ്ഞമ്മ സ്പെഷ്യലാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സത്യനും ശ്യാമും മറ്റുള്ളവരെല്ലാവരും കൂടി ഭക്ഷണം കഴിക്കൽ തുടങ്ങിയിരിക്കുകയാണ്. ആ കുഞ്ഞമ്മക്ക് നല്ല കൈപ്പുണ്യമുണ്ടല്ലോ, അപാര രുചി തന്നെയാണ്. അപ്പം അതിനിടയ്ക്ക് കുഞ്ഞമ്മ പറയുന്നുണ്ട് സുശീലയെ വിളിക്കണ്ടേന്ന്. സത്യം പറയണ ആരെയും വിളിക്കണ്ട, ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് കുഞ്ഞമ്മ ഇനി ഞങ്ങൾക്ക് കുഞ്ഞമ്മ മതി ഞങ്ങളുടെ സ്ഥാനത്ത്. അതുകൊണ്ട് എല്ലാം മോനെ, നിൻ്റെ അമ്മയല്ലേ വളർത്തി വലുതാക്കിയ അമ്മയെ ഇങ്ങനെ തള്ളിപ്പറയരുത്. വളർത്തി വലുതാക്കിയ അമ്മ തന്നെയല്ലേ മക്കളെ പറഞ്ഞത്. അതുകൊണ്ട് നാളെ ഞങ്ങളെ തള്ളിപ്പറയില്ലെന്ന് ആര് കണ്ടു? അതുകൊണ്ട് കുഞ്ഞമ്മ മതി, കുഞ്ഞമ്മ ഇരിക്കൂ, മറ്റുള്ളവർക്കൊക്കെ വേണമെങ്കിൽ എടുത്ത് കഴിച്ചോളൂ എന്ന് പറയട്ടോ. ഇതേ സമയം സുശീലയ്ക്ക് സഹിക്കാൻ കഴിയുന്നില്ല. തൻ്റെ ആ പഴയകാല ഓർമ്മ തൻ്റെ മുന്നിലോട്ട് വരികയാണ്. വിഷു ആയിരുന്നപ്പോൾ തൻ്റെ അമ്മ തനിക്ക് എത്രമാത്രം പ്രാധാന്യം നൽകിയിരുന്നു. അമ്മ ഇരിക്ക്, അമ്മ കഴിക്ക്, അതിനുശേഷം ബാക്കിയുള്ളവർ കഴിക്കുക, അമ്മയെ വിളിക്കാത്തതെന്ത് എന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രൻ തിരക്ക് കൂട്ടുന്ന ആ ഓർമ്മകൾ തന്നിലോട്ട് പോകുമ്പോൾ തനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല കേട്ടോ. തൻ്റെ മക്കൾ തന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു, ഒറ്റപ്പെടുത്തുന്നു. പെറ്റമ്മ എന്നുള്ള വാക്ക് മാത്രമേ ഉള്ളൂ തനിക്ക്. പക്ഷേ പോറ്റമ്മയായി നിന്ന ആ മകനാണ് തന്നെ സ്നേഹിച്ചിരുന്നത് എന്നുള്ള സത്യം, വളർത്തു മകനാണ് എന്നെ നന്നായി സ്നേഹിച്ചെന്ന സത്യം സുശീല ഇങ്ങനെ മനസ്സിലാക്കി കണ്ണുനീർ തുള്ളികളല്ല കേട്ടോ, ചോരത്തുള്ളികൾ വീഴുകയാണ്. ഇതേ സമയം രഘു ആണെങ്കിലോ ഒരു മനസ്സമാധാനം പോയി ആകെ പിടിവിട്ടും കൊണ്ട് തൻ്റെ വീട്ടിലോട്ട് കയറി ചെല്ലാണ്. അപ്പോൾ ദാസ് ചോദിക്കുകയാണ്, രഘു നീ എന്താ അങ്ങോട്ടേക്ക് പോകുന്നത്? ഇല്ല, ഞാൻ ഇനി എങ്ങോട്ട്, എന്താ നീ അവിടെ നിന്നും വിഷുസദ്യയൊക്കെ അതൊക്കെ കഴിച്ചു, പിന്നെ എന്താ ഇത്ര നേരത്തെ പോകുന്നത്? നാളെ പോന്നാൽ മതിയായിരുന്നില്ലേ? ഇല്ല അമ്പിളിക്ക് ഞാൻ അവിടെ, എന്താ രഘു പ്രശ്നം, എന്താണെങ്കിലും പറയാമെന്ന് പറയുമ്പോൾ രഘു കാര്യങ്ങൾ പറയാൻ കേട്ടോ. അപ്പോൾ രഘു ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ അത് ദാസിന് വലിയ സങ്കടമാണ്. അപ്പോൾ ദാസ് പറയണേ, എന്താണ് നീ
നിൻ്റെ വണ്ടിയിലുള്ള തെളിവെന്ന് ചോദിക്കേണ്ട. ആ സമയം ഞാൻ അമ്പിളിക്കും കുഞ്ഞിനും വലിയൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ഞാൻ നല്ല വില കൂടിയ സാരിയും കുട്ടിക്ക് ഡ്രസ്സും വാങ്ങിയിരുന്നു. പക്ഷെ അത് അമ്പിളി തെറ്റിദ്ധരിച്ചു എന്ന് തോന്നുന്നു. അത് ആമിയുടേതാണെന്ന് കരുതി. അപ്പോൾ ദാസ് പറയണേ, രഘു നീ എന്തിനത് മറച്ചു വെച്ചു? ആ വിഷുക്കോടി കൊടുക്കുന്ന ആ കൂട്ടത്തിൽ തന്നെ അത് കൊടുക്കായിരുന്നില്ലേ? പിന്നേക്ക് എന്ന് നീ വെച്ചത് എന്തുകൊണ്ടാണ്? അത് ചെയ്യരുതായിരുന്നു. അമ്പിളിയുടെ മനസ്സിപ്പം മൊത്തത്തിൽ കലങ്ങിക്കിടക്കുകയാണ്. സംശയക്കണ്ണിലൂടെ നോക്കുന്ന നിന്നെ സംശയക്കണ്ണിലൂടെ തന്നെ അവൾ നോക്കത്തുള്ളൂ. അതുകൊണ്ട് ചില കാര്യങ്ങൾ സൂക്ഷിക്കണം. അവൾ അന്നും ഇതേപോലെ നിന്നോട് ക്ഷമിക്കാൻ തയ്യാറായി മുന്നോട്ട് വരുമ്പോൾ അന്ന് നീ ആമിയുടെ കാര്യം പറഞ്ഞു. അപ്പോഴവൾ വീണ്ടും പൊട്ടിത്തെറിച്ചു. അതുപോലെ തന്നെ ഇനി ഇത് വീണ്ടും ആവരുതായിരുന്നത് നീ ചെയ്ത് തെറ്റെന്ന് പറയാം കേട്ടോ. എന്നാൽ രഘുവിനാണെങ്കിലോ ഇത് സഹിക്കാൻ കഴിയുന്നില്ല. തൻ്റെ മനസ്സ് വല്ലാതെ വേദനിക്കുകയാണ്. തൻ്റെ ഉള്ളിൽ എത്ര തുറന്നു കാട്ടിയിട്ടും തൻ്റെ ഉള്ളിൽ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. തൻ്റെ സങ്കടങ്ങൾ തുറന്നു പറയാൻ തനിക്ക് ആരുമില്ല. അങ്ങനെ രഘു ആമിക്ക് വീണ്ടും വിളിക്കുകയാണ്. ആമിയാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല. എത്ര തവണ അടിച്ചിട്ടും ആമി ഫോൺ എടുക്കുന്നില്ല. ഈ സമയം രഘു വല്ലാതെ ഒറ്റപ്പെട്ടതുപോലെ തോന്നുകയാണ്. തൻ്റെ മനസ്സ് തുറക്കാനോ തൻ്റെ സങ്കടങ്ങൾ ഒരാളോട് പറഞ്ഞു തീർക്കാനോ തനിക്ക് കഴിയാത്തത് കൊണ്ട് തന്നെ താൻ പിന്നീട് കടൽപ്പുറത്ത് പോകുന്ന ആ രംഗമാണ് കേട്ടോ. അങ്ങനെ കടപ്പുറത്ത് പോയിരുന്ന് തൻ്റെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ എവിടെയും താനിങ്ങനെ അപമാനിതനായി നിൽക്കേണ്ട അവസ്ഥ. അത് അമ്പിളി പൊട്ടിത്തെറിക്കുന്നത് ആരുടെ മുന്നിലാണോ തൻ്റെ ഭർത്താവാണ്, മറ്റുള്ളവർക്ക് മുന്നിൽ തരം താഴ്ത്താൻ പാടില്ല എന്നുള്ള ആ ഒരു ചിന്തയൊന്നുമില്ലാതെ പെട്ടെന്ന് അങ്ങ് പൊട്ടിത്തെറിക്കുന്ന സ്വഭാവമായതുകൊണ്ട് താൻ പലയിടത്തും അമ്പിളിക്ക് വേണ്ടി സഹിച്ചു. എത്രത്തോളം ഇനി സഹിക്കും എന്ന് കരുതി രഘു പിന്നീട് കടലിലോട്ട് ഇങ്ങനെ പോകുന്ന ഒരു രംഗമൊക്കെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി അമ്പിളിക്ക് കുറ്റബോധത്തിൻ്റെ നാളുകളായിരിക്കും രഘുവിനെ ഓർത്ത്.